ഹായ്, നമ്മളെ ഈ 2 പഴവർഗ്ഗ ചെടി വാങ്ങിച്ചതാണ് മിനിഞ്ഞാന്ന് പോയപ്പോൾ. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ഫ്രൂട്ട്സ് പ്ലാന്റ് നടുക എന്ന് കാണിക്കാനാണ്. നമ്മൾ പേരയൊക്കെ നട്ടിട്ട് നിറയെ ഇപ്പോൾ പൂക്കാറായിട്ടുണ്ട് കായ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അത്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനത്തെ ചെടികൾ, പഴവർഗ്ഗ ചെടികൾ എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ നന്നായിട്ട് നട്ട് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് ഇത് വളരും. അപ്പോൾ ഇതൊരു ഞാവലാണ് കേട്ടോ, ഗ്രാഫ്റ്റഡ് ഞാവൽ. ഈ മാവിൻ്റെ പേര് ഞാൻ മറന്നു. ഒരു വരവ് മാവാണ്, നമ്മുടെ നാട്ടിലുള്ളതല്ല. അപ്പോൾ കൊലകൊലയായിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞു, പേര് ഞാൻ മറന്നു പോയതാണ്. അപ്പോൾ ഇതും നമ്മൾ എങ്ങനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ വീട്ടിൽ ശക്തിയായിട്ട് ചെടി വളരാനായിട്ട് എന്തൊക്കെ വളമാണെന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ് വയ്ക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നല്ല വെയിലുള്ള സ്ഥലം വേണം, കാനൽ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചേന നട്ടിട്ട് അതിൻ്റെ മുകളിൽ പുല്ല് പറിച്ചിട്ട് ചേന പറിച്ചു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇവിടുത്തെ പുല്ലുകൾ വലിച്ചിട്ട് ചെയ്യാനിട്ടതാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ടല്ലോ ഇവിടെ കുഴിക്കാനായിട്ട്. അല്ലാത്തവർ നല്ല വേനലല്ലേ, അപ്പോൾ വെള്ളം ഒഴിച്ചിടുക. രാവിലെ വെള്ളം ഒഴിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും അത് കുതിർന്ന് കിട്ടും. അതുകൊണ്ട് ഇതിപ്പോൾ അത്യാവശ്യം കുഴിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് വെച്ചാൽ മതി. നന്നായിട്ട് നല്ല നനവുണ്ട് കണ്ടോ. അപ്പോൾ നല്ല കട്ടിയും കാര്യങ്ങളിലൊക്കെ നമ്മൾ നീക്കിയിട്ട് അത്യാവശ്യം ഒരു കുഴിയായിട്ടുണ്ട് കണ്ടോ. മുമ്പത്തെ ചേനയുടെ പീസൊക്കെ വരണേ. അപ്പോൾ ഇത്ര പോകുന്നൊരു കുഴി എടുക്കുക കേട്ടോ. അത്ര പോകുന്നത് മതി. ഞാനിങ്ങനെ ഞാൻ നടാറൊക്കെ ഞാൻ ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് ഇതേ ചാണകം നന്നായിട്ട് ഇടുന്നുണ്ട്. കാരണം ഇതൊരു ലെവൽ വരെ വളരാൻ നല്ലോണം വളം വേണം. പിന്നെ നമ്മൾ തിരിഞ്ഞ് നോക്കേണ്ട കാര്യം നട്ട് കഴിഞ്ഞാൽ ഇത് എല്ലുപൊടിയാണ്. ഉണ്ട് എല്ലുപൊടി ഒരു 2 പിടി പോലെ എല്ലുപൊടി ഇടുക. അതുപോലെ ഇത് വേപ്പും പിണ്ണാക്ക്, കേട് വരാതിരിക്കാൻ വേപ്പും പിണ്ണാക്ക് കുറച്ച് മതി. കണ്ടു, നന്നായിട്ട് ഇനി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ് നടേണ്ടത്. വെച്ച് കഴിഞ്ഞിട്ടല്ല ചെയ്യേണ്ടത്, വെക്കുമ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് ഇത് ചെയ്യണം. കണ്ടോ. അപ്പോൾ പിന്നെ നമ്മളിത് ഒരു ഇങ്ങനത്തെ ഒരു ബ്ലേഡ് വെച്ചിട്ട് നന്നായിട്ട് കീറി എടുത്തു. കണ്ടോ. നിങ്ങളുടെ കയ്യിലിപ്പോൾ ഏത് വളമുള്ള ഇട്ട് കൊടുക്കാം. പക്ഷേ എല്ലുപൊടി അത് ഇട്ട് കൊടുക്കണം നല്ലത്. കണ്ടത് ഇതിങ്ങനെ തന്നെ പോന്നു. ഇത്ര വെച്ചാൽ മതി നമുക്ക്. കണ്ടോ. ഇതിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ നമ്മളിത് ഇതിൻ്റെ നടുക്കിൽ ഞാക്കി വെച്ചു. കണ്ടോ. വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടം വരെ മണ്ണിടണം. കണ്ടോ. ഈ ഗ്രാഫ്റ്റ് ചെയ്ത ഈ ഭാഗം വരെ മണ്ണിടണം. അപ്പോൾ നമ്മൾ ചവറുണ്ടെങ്കിൽ നല്ലതാണ്. കണ്ടോ. ഇങ്ങനത്തെ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ പുല്ല് ഓൾറെഡി ഉള്ളത് കൊണ്ട് അത് വെക്കണത് നല്ലതാണ്. അപ്പോൾ അതിനൊരു തണവും കാര്യങ്ങളൊക്കെ കിട്ടില്ല. മൽച്ചിങ് പോലെ വേനലല്ലേ. കണ്ടോ. ഇങ്ങനെയാക്കി നന്നാക്കി ഇടുക. കേട്ടോ. ഇങ്ങനെ നിങ്ങൾ ഫ്രൂട്ട്സ് പ്ലാന്റ് നട്ട് നോക്ക്, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഞാൻ എൻ്റെ ബാക്കിയുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ് വളർന്നിട്ട് കാണിച്ചു തരാം. കണ്ടോ. ഇങ്ങനെ മണ്ണ് ഇറക്കിയിട്ട് കൊടുക്കുക. പൊടിയുള്ളത് നല്ലതല്ല വേനലിൽ. ആ നനയ്ക്കണത് അങ്ങനെ തന്നെ നിൽക്കും. അവസാനം ഇതൊന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കുകയാണ്. ഇനി കുറ്റി ആവശ്യമുണ്ടെങ്കിൽ, ഇതിപ്പോൾ അത്ര ഒലഞ്ചണ പോലെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ സപ്പോർട്ട് വേണമെങ്കിൽ ഒരു തണ്ട് നമുക്ക് കുത്തി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വല്ല കമ്പിയോ വല്ല കുറ്റി ഉണ്ടെങ്കിൽ ഇതുപോലെ അടിച്ചിട്ട് ഇതിനൊന്ന് സപ്പോർട്ട് കെട്ടി കൊടുക്കാം. നല്ല രസമുള്ള ഞാവലാന്നാണ് പറഞ്ഞത്. പണ്ട് ഞാൻ ഞാവൽ മേടിച്ചിട്ട് ആഫ്രിക്കൻ ഞാവലായിട്ട് മാറി. അതുപോലത്തെ അല്ല, നല്ല കറുത്ത നമ്മുടെ ഞാവൽപ്പഴമില്ലേ, ഏകദേശം അത് നീളനെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഇതിന് നന്നായിട്ട് നമുക്ക് നനച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതേ നനച്ച് കൊടുക്കുക. കണ്ട. ഒന്നുകൂടി വേണമെങ്കിൽ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുക. ഇനി നല്ല വെയിലാണ് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഒരു ചാക്കോണ്ട് എന്താ ഉണ്ടെങ്കിലും മറ കൊടുക്കുക. നല്ല വെയിൽ ഹാർഡായിട്ട് വരുമ്പോഴേ. ഇത് വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ ആകുമ്പോൾ അത്ര കുഴപ്പമില്ല. ഉച്ച വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ 2 സൈഡിലും ഇങ്ങനെ കുറ്റി ഇതുപോലെ വെച്ചിട്ട് ഒന്നാലും ഇങ്ങനെ റൗണ്ട് പോലെ നേരെ നല്ല ശക്തിയുള്ള വെയിൽ കൊള്ളാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ വേറെ നട്ടത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ അതുപോലെ ഞാൻ വളങ്ങളിട്ട് വെച്ച പേരയാണിത്. കണ്ടോ. പിന്നെ ഇവിടെ ഒരു മുട്ടുണ്ട്. കണ്ടോ. മുട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കിയേ. കണ്ടോ. ഇതൊക്കെ നിറച്ച് മുട്ടാണ്. ഇതൊക്കെ മുട്ട. അതുപോലെ ഇവിടേക്ക് നോക്കിയേ. ഈ വെട്ടിയ കമ്പുമ്മലൊക്കെയാണ് പൂവിട്ടാണ്. അങ്ങനെ വെട്ടിയ കമ്പുമ്മലാണ് കൂടുതലും പൂക്കൾ ഉണ്ടായത്. ഇനി വേറെ പേര കാണിച്ചു തരാം. കണ്ടോ. ഇത് വെച്ചിട്ട് വേണമെങ്കിൽ ഒരു 5 മാസമായിട്ടുള്ള കൃഷിഭവനിൽ കിട്ടിയത്. ഇതൊക്കെ അതുപോലെ വെച്ചതാണ്. കണ്ടോ. എത്ര ശക്തി ആരോഗ്യത്തോടെ നിൽക്കണമെന്ന് കണ്ടില്ലേ. അതുപോലെ വെച്ചത് തന്നെയാണ് ഇതൊക്കെ. ഇതിനൊക്കെ ഇതേ കായുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇത് സാധാ തയ്യാണ് കേട്ടോ. അതുകൊണ്ട് ഇത് 3 കൊല്ലം എടുത്തു. അത് 3 കൊല്ലം എടുക്കുമെന്നാണ് പറഞ്ഞത് ഞാവിൽ. ഇനി നമുക്ക് നമ്മുടെ മാവും കൂടി നടാം. അപ്പോൾ അതേ മാവിൻ്റെയും നമുക്ക് കുഴിച്ചിടാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വേപ്പും പിണ്ണാക്ക് കുറച്ചു.
അത് എല്ലുപൊടി ഇട്ടേട്ടാ. ഇത് വേപ്പിൻ പിണ്ണാക്ക് കുറച്ചിട്ടാൽ മതി. പിന്നെ ഇത് ചാണകപ്പൊടി ഇട്ടു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചാണകവും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടി ഇട്ടു നന്നായിട്ട്. ഇത് കുറച്ച് മണ്ണല്ലേ ഉള്ളത്. ഇത് നമ്മൾ മേടിച്ചത് ഗവൺമെൻറ്റിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. അപ്പോൾ അവർ ഇതുവരെ മണ്ണിടാനാണ് പറഞ്ഞേട്ടാ. കുഴി ആഴം പോരാന്ന് എനിക്ക് തോന്നണം. ഇനി നമുക്ക് ഇതിലേക്ക് മണ്ണിട്ട് കൊടുക്കാം കേട്ടോ. ഈ ഗ്രാഫ്റ്റിൻ്റെ ഇതുവരെ മണ്ണിടണം. അപ്പോൾ ഇത് കൂമ്പാരാക്കേണ്ടി വരും ഞാൻ. കണ്ടുവോ, ഇതുവരെ മണ്ണിടണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ ശ്രദ്ധിച്ചോളോ. ഞാനിനി ഇത് മണ്ണ് കൂട്ടിയിട്ട് കൊടുത്ത്, അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ ഇവിടുന്ന് പുതിയ ബഡ് വരും. ആ ബഡ് വരുമ്പോൾ നമ്മൾ പൊട്ടിച്ച് കളയണം. അപ്പോൾ മണ്ണ് കയറ്റിയിട്ടാൽ കുഴപ്പമില്ലല്ലോ. അതാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിന് 75 രൂപയും ഞാവലിനാണ് 150 രൂപയും ആയത്. അപ്പോൾ നന്നായിട്ട് ഇനി നനച്ച് കൊടുക്കാം. നന്നായിട്ട് നനച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് കേട്ടോ.